വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. നീറ്റ് 2024 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ലിസ്റ്റ് 1 ലിസ്റ്റ് 2. അപ്പോൾ ലിസ്റ്റ് 1 ആദ്യത്താണ് ഡൗൺ സിൻഡ്രോം. ഡൗൺ സിൻഡ്രോം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരുന്ന ക്രോമസോം എന്താണ്? ക്രോമസോം 21. നമ്മൾ പറയാറുണ്ട് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് ട്രൈസോമി 21. അതായത് നമ്മൾ ഡൗൺ സിൻഡ്രോം പേഷ്യൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് സെറ്റ് ക്രോമസോം നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക? 1, 2 ക്രോമസോം ഉണ്ടാവുള്ളൂ. സെക്കൻഡ് സെറ്റ് എടുത്താലും അതിലും 2 ക്രോമസോം ഉണ്ടാവുള്ളൂ. തേർഡ് സെറ്റ് എടുത്താലും അതിൽ 2 ക്രോമസോം ഉണ്ടാവുള്ളൂ. അങ്ങനെ 21ാമത്തെ സെറ്റ് ക്രോമസോം നോക്കിക്കഴിഞ്ഞാൽ പക്ഷേ അതിൽ എത്ര എണ്ണം ഉണ്ടാവും? 3 സെറ്റ് ക്രോമസോം ഉണ്ടാവും. ഓക്കെ, അതാണ് 21ാമത്തെ ക്രോമസോമിൽ 21ാമത്തെ സെറ്റ് ക്രോമസോമിൽ എത്ര ക്രോമസോം ഉണ്ടാ? 3 ക്രോമസോം. ദാറ്റ് ഈസ് കോൾഡ് ട്രൈസോമി അറ്റ് 21. അപ്പോൾ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് 21 ക്രോമസോമിലാണ് പ്രശ്നം. അപ്പോൾ A3 എന്താ വരുന്നത്? ഓപ്ഷൻ നമ്പർ 1 വരുന്നുണ്ടോ? ഇല്ല. ഓപ്ഷൻ നമ്പർ 2 വരുന്നുണ്ടോ? ഇല്ല. മിക്കവാറും ഓപ്ഷൻ നമ്പർ 3 ആയിരിക്കും ആൻസർ. നമുക്ക് നോക്കാം. ഓപ്ഷൻ നമ്പർ 4ഉം വരുന്നില്ല. ഇനി ആൽഫ തലാസീമിയ. എന്താണ് തലാസീമിയ മക്കളെ? നമുക്ക് എല്ലാവർക്കും അറിയാം. ഹീമോഗ്ലോബിൻ എന്ന് പറയുമ്പോൾ ഹീമോഗ്ലോബിൻ എത്ര ചെയിൻ ഉണ്ട്? 4 ചെയിൻ. ഏതൊക്കെയാണ്? 2 ആൽഫ, 2 ബീറ്റ. ഓക്കെ, പക്ഷെ ചില ആളുകളിൽ എന്തില്ല? 2 ആൽഫ ഫോം ചെയ്യില്ല, പകരം 1 ആൽഫ ഫോം ചെയ്യും. ഓക്കെ, 2 ബീറ്റ ഉണ്ടാവും. ആൽഫ 1 ബീറ്റ 2, ദാറ്റ് ഈസ് കോൾഡ് ആൽഫ തലാസീമിയ. ആൽഫയുടെ ചെയിൻ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ തലാസീമിയ. ഇനി ചില ആളുകളിൽ 2 ആൽഫ ഉണ്ടാവും, പക്ഷെ ആരുണ്ടാവില്ല? ബീറ്റ 2 ഉണ്ടാവില്ല, 1 ഉണ്ടാവുള്ളൂ. ബീറ്റയുടെ എണ്ണം കുറഞ്ഞു, ദാറ്റ് ഈസ് കോൾഡ് ബീറ്റ തലാസീമിയ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ആൽഫ തലാസീമിയ എന്ന് പറയുന്നത്, ആൽഫ ചെയിൻ എന്ന് പറയുന്നത് ഏത് ക്രോമസോം റിലേറ്റഡ് ആണ്? ബീറ്റ ചെയിൻ എന്ന് പറയുന്നത് ഏത് ക്രോമസോം റിലേറ്റഡ് ആണ്? ഓക്കെ, അത് ഡൗട്ടാണ്. അപ്പോൾ നമുക്ക് ബീറ്റ ചെയിൻ്റെ 6th പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡ് പോയിട്ട് ഗ്ലൂട്ടാമിക് ആസിഡ് ഗോ, എന്നിട്ട് ആര് വരും? വാലിൻ വെൽക്കം. ഓക്കെ, 6th പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡ് പോയിട്ട് ആര് വരും? വാലിൻ വരും. ആ അസുഖത്തിന് എന്താ പറയുക? സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ എന്നാണ് പറയുക. അപ്പോൾ സിക്കിൾ സെൽ അനീമിയയിൽ ഏത് ചെയിലാണ് പ്രശ്നം? ബീറ്റ ചെയിലാണ് പ്രശ്നം. ഓക്കെ, അപ്പോൾ സിക്കിൾ സെൽ അനീമിയക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ക്രോമസോം എന്ന് പറയുന്നത് ക്രോമസോം നമ്പർ 11 ആണ്. ക്രോമസോം നമ്പർ 11 ആണ്. അതായത് ക്രോമസോം നമ്പർ 11ലാണ് ബീറ്റ ചെയിൻ സിന്തസിസ് ഉള്ള ജീൻ ഉള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ക്രോമസോം നമ്പർ 11 നോക്കുമ്പോൾ എന്ത് ഓർമ്മ വരും? ബീറ്റ ചെയിനുമായി ബന്ധപ്പെട്ട് എന്തോ ഉണ്ട്. അപ്പോൾ ബീറ്റ ചെയിൻ എപ്പോഴും എന്ത് ക്രോമസോം റിലേറ്റഡ് ആണ്? ക്രോമസോം നമ്പർ 11 റിലേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ആൽഫ ചെയിൻ എന്ത് റിലേറ്റഡ് ആണ്? ക്രോമസോം നമ്പർ 16 റിലേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ആൽഫ ചെയിൻ നോക്കുക. ആൽഫ തലാസീമിയ എന്ന് പറയുന്നത് 60th ക്രോമസോമിലാണ്, B4 ആണ് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി ബീറ്റ തലാസീമിയ അറിയുമ്പോൾ 11th ക്രോമസോമാണ്. ക്ലൈൻഫെൽട്ടേഴ്സ് എക്സ്ട്രാ എക്സ് ക്രോമസോം വരാം. ക്ലൈൻഫെൽട്ടർ എന്ന് പറയുമ്പോൾ XXY, ഇത് വരും XXY. ദാറ്റ് ഇസ് കോൾഡ് ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം. D2 ആണ് വരുന്നത്. ഓപ്ഷൻ നമ്പർ 3 ആണ് ആൻസർ.